ഹലോ ഗെയ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വണക്കം. അങ്ങനെ നമ്മുടെ നിവിൻ പോളിയുടെ 43 ചിത്രത്തിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ലിജോ ജോസ് ആൻ്റണിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫനാണ് നിർമ്മാണമൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഈ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ചിത്രം വരുന്നുണ്ടെന്ന്. ആ സമയത്താണ് അറിയുന്നത്. ഒരു എന്താ പറയുക 50 ദിവസം ഷൂട്ടിങ് വെച്ചിരുന്ന സിനിമ നീണ്ട് നല്ല ദിവസങ്ങൾ നീണ്ടിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റ് കാര്യത്തിലായാലും നല്ലൊരു ബഡ്ജറ്റുള്ളൊരു സിനിമയാണ്. അപ്പം ആ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കുന്നതിന് മുമ്പായിട്ട് വെറുപ്പീരാന്ന് വിചാരിക്കരുത്. ഇനി ഒരു കാര്യം പറയാനുണ്ട്. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ പറയുന്നത് ബോറാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ബോറാണെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന്. ഇല്ലെങ്കിൽ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കുട്ടിക്കെട്ടി പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിവിൻ പോളിയുടെ ഈ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ ആ ബ്രോ. ലിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ? ജിമ്മിലാ. നമ്മുടെ തമിഴ് സിനിമയിലൊക്കെ ഓഡിയോയുടെ ഒരു ഫസ്റ്റ് സിംഗിളൊക്കെ വരുന്നതിന് മുമ്പ് അനിരുദ്ധും നെൽസൺ അല്ലെങ്കിൽ ലോകേഷിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിൽ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഇറക്കുമെന്ന് തോന്നുന്നു. നേരത്തെ തമിഴിലായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി. ഇപ്പം മലയാളത്തിൽ നമ്മുടെ ലിജോ ജോസ് ആൻ്റണിയെക്കാട്ടിൽ എനിക്കൊന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു കുതന്ത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ആ രീതിയിൽ ചെയ്യാനായിട്ട്. നമുക്ക് എന്തെങ്കിലും കണ്ടു നോക്കാം. ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വിളിക്കാം. നീ ഏതായാലും കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം ബ്രോ. ഓക്കെ. അടിപൊളി. 86 87 അതുകൊണ്ട് എന്തൊക്കെയുണ്ട്? സുഖം ബ്രോ. ഇത് നിവൻ്റെ ജീവിത ആ രീതി തന്നെയാണിത്. പുള്ളിക്കാരനും ഈ എന്താ പറയുക അജു വർഗീസ് ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവിൻ പോളി ജിമ്മിന് പോയി കഴിഞ്ഞാൽ ഈ പരിപാടി തന്നെയാണ്, ട്രെയിനർ കടന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എടുത്താണ് വെച്ചിരിക്കുന്നത്. എന്തായാലും പൊളിയായിട്ടുണ്ട്. അധികം നേരമായി വന്നിട്ട്? ഇല്ല, ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. ഹെവി വർക്കൗട്ടായിരുന്നു. ബ്രോ വാ, പണിയുണ്ട്. കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? ട്രെയിനറാ? നീ ആകെ ടയർഡായല്ലോ. ശരി, ഇതിനെ കഴിച്ചിട്ട് വന്നേ. ബാ നമുക്ക് അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് എന്തിന്റെ? കോടതിയുടെ ഡയലോഗൊക്കെ നല്ല തീപ്പൊരി ആയിരിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂട്ടിയാണ് നല്ല പൊളിയായിട്ട്. ബ്രോ ഇത്തവണ കോടതിയില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഇത് ജനഗണമനയുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ടൊരു സിനിമയായിരിക്കും. അതായത് നമ്മുടെ ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് പോലെ ലിജോ ജോസ് ആൻ്റണി യൂണിവേഴ്സ് ആയിരിക്കും ഈ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയായിട്ടൊരു ബന്ധമൊന്നും ഇല്ലാത്ത വേറൊരു പടം എന്നാണ് ലിജോ ജോസ് തന്നെ ഇതിൽ പറയുന്നത്. പാൻ ഇന്ത്യൻ നൈസ്. കുറച്ചായി അങ്ങനെ ഒരു ഐറ്റം പിടിക്കണം ഞാൻ ആലോചിക്കുന്നു. ബ്രോ ഇതൊന്നുമല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം. പറഞ്ഞു വരുമ്പോ പാൻ ഇന്ത്യനും പഞ്ചിലൊക്കെ നിന്റെ പൃഥ്വിരാജിന് നമുക്ക് ലോക്കൽ അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? അതൊക്കെ എനിക്കറിയാം. നീ കാര്യം പറ ബ്രോ. ഇതൊന്ന് കേട്ടു നോക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കേരക്കേദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന നീ പാടണ്ട. കൊള്ളാം പരിപാടി കൊള്ളാം. അവിടെ നമ്മുടെ കഥാനായകൻ ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ഗോപി ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണോന്ന് വൈക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. അല്ല പിന്നെ ജന്മിയ കൊള്ളാം. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല,
നിവിൻ പോളിയുടെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇറങ്ങുന്ന പടത്തിലൊരു അമ്മ ടച്ച്, കാരണം ഇതുപോലത്തെ അമ്മമാർ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പം ഏതായിരുന്നു നയൻതാരയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയിലൊക്കെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ എൻ്റെ പേരാണ് ഓർമ്മ. അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെ വടക്കൻ സെൽവി തന്നെ ആയാലും അമ്മയോടുള്ള ഒരു രീതി ഉണ്ടല്ലോ. അപ്പം ഇതിലും ആ ഒരു കോംബോ, അമ്മ മകൻ കോംബോ ഒക്കെ പ്രതീക്ഷിക്കാം. എങ്ങനെയുണ്ട്? സർ ഡംബിൾസ്. ഓ അതെ അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ, നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ? ആ ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. ഡിജോ, ഓ ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ആ ഓക്കെ, തള്ളു. തള്ള നല്ല തള്ളാണല്ലോ. ശീലമായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ, അതറിയണേ. ധ്യാന എല്ലാം ചെയ്ത് ആ ഗോപി ഒറ്റയ്ക്ക. ഞാൻ നിരപരാധി, എന്നെ മാപ്പ് സാക്ഷിയാക്കണം. ധ്യാൻ അഭിനയിക്കുന്നുണ്ടില്ലയോ കിടുക്കൻ. എത്ര സിനിമയില ഇങ്ങനെ ഒരേ ഭാവം വെച്ചിട്ട് ഇപ്പൊ ഇതിന് ഒരു വെറൈറ്റി ഭാവമൊക്കെ ആയിട്ട് ധ്യാൻ കൊള്ളാം കേട്ടോ. ധ്യാനം ഇങ്ങനെ കാണാൻ പറ്റും, ഒരു കോമഡി, നല്ല രസമുണ്ട്. ഞാൻ ഓക്കെ ആണോ? മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഫ്ലേവർ നിറഞ്ഞു നിൽക്കും, റിച്ച് ആയിരിക്കും. ട്രസ്റ്റ് മീ. രണ്ട് പേർക്ക് ഇട്ട് നല്ല രീതിയിൽ ട്രോളുന്നുണ്ട്. ഇത് ചെറിയൊരു ട്രോളും ഒക്കെ ഇറക്കിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പോയിരിക്കുന്നത്. ഇത് നിവിൻ പോളിക്കും ട്രോളുണ്ട്, ധ്യാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പഴയ സിനിമയിൽ ജന്മി ആ ഒരു പേരിനൊക്കെ അതും ഒരു ട്രോളായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ്. അയ്യോ, ലവ് യു കൃഷ്ണ. ഇപ്പൊ ഓക്കെ. ഞാൻ വിചാരിച്ച അനശ്വരയൊക്കെ കൊച്ചു പെണ്ണ് നിവിൻ പോളിയായിട്ട് ആ ഡയലോഗോടുകൂടി ഓക്കെ, മുതുക്ക എനിക്ക് കല്യാണപ്രായമായിരുന്നു, അത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. മാസം ഉണ്ടോന്ന് ഈ സീനൊന്ന് കേട്ടു നോക്കിയേ. ഉത്സവത്തിന് ഒരു ആനയുടെ നാട്ടുകാരെ ചിന്നി ചെതറി ഓടുന്നു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി സൂപ്പർ ഹീറോ, സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. ഞാൻ മൂടും. പഠിച്ചോ? അപ്പൊ നമ്മൾ ഓ ചെയ്യുന്നു. പൊളി, താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചടുക്കണം ബ്രോ. അല്ല, നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. തള്ളി മറിച്ചിട്ടുണ്ട്. നിവിൻ ഓക്കെ ആണ്. മലയാളി ജോ. ഇന്ത്യ. ഹലോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ലിജോ, എന്താ ബ്രോ? ഹലോ. ഇന്ത്യ ആണോ ഭാരതാണോ? രണ്ടും ഒന്നല്ലേ ബ്രോ, പക്ഷെ നമുക്ക് ഇന്ത്യ മതി. ആ ഓക്കെ, ശരി. ഹലോ ഹലോ, എടാ ലിജോ എന്തായിരുന്നു? He's back.
മലയാളി ഫ്രം ഇന്ത്യ എന്തായാലും കൊള്ളാം കേട്ടോ. ചിലപ്പോൾ ഇനി തൊട്ട് ഒരു മലയാള സിനിമയിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ആയാലും എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണെങ്കിൽ പോലും ഇങ്ങനെ ആയിരിക്കും ഇനി വരാൻ ചാൻസ് കൂടുതലെന്നാണ്. എന്തായാലും ഇതൊരു ട്രെൻഡാവും, അത് ഉറപ്പാണ്. അതുപോലെയാണ് നല്ല രീതിയിൽ, കാരണം ഒരു നിവിൻ പോളിയെ നല്ല രീതിയിൽ ഈ ഒരു ഇത്രയും രീതി തന്നെ ഒരു 6 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ പോലും വെറുപ്പിക്കാതെ ബോറടിപ്പിക്കാതെ നിവിൻ പോളി ഈസ് ബാക്ക്, നിവിൻ പോളിയുടെ ബാക്ക് ഒക്കെ കാണിച്ചിട്ട് നല്ല രസമുണ്ട്. കണ്ടിട്ട് ഒരു നല്ലൊരു വടക്കൻ സെൽഫിയിലും ഒക്കെ കണ്ട ഒരു നിവിനെയും കാണാം. പിന്നെ ഒരു നിവിൻ പോളിക്ക് പറ്റിയ വേഷമാണെന്ന് തോന്നുന്നൊരു സിനിമ. എന്തായാലും നിവിൻ പോളിയുടെ ബാക്ക് ആവട്ടെ, ഇങ്ങോട്ട് തിരിച്ച് വരട്ടെ. ഈ നിവിൻ പോളി എവിടെ പോകുന്ന വെച്ചാൽ കുറച്ച് നാൾ അങ്ങേരില്ല, മലയാള സിനിമയിൽ വന്നാലും അധികം നല്ലൊരു സിനിമയിലായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. തിരിച്ചു വരണം. കാരണം നിവിൻ പോളി എങ്ങും പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ നിവിൻ പോളി പോയിട്ടുണ്ട്. ആൾക്കാരുടെ മനസ്സിൽ നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ മാറി മാറി പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു തിരിച്ചുവരവാവട്ടെ. നല്ല രസമുണ്ട്. ഇതൊരു സാധാരണ ഡിജോയുടെ പടം എന്ന് വെച്ചാൽ ജനഗണമനയൊക്കെ പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലാണ് ഈ സിനിമ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ വലിയ ഹൈപ്പ് കൊടുക്ക് ഒരു കോമഡി, അതിനകത്ത് കുറച്ച് ഈ സമരം അല്ലെങ്കിൽ ഹർത്താൽ സമരം അതൊക്കെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു കോമഡി രീതിയിലൂടെ പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിവിൻ പോളിയുടെ ആ ക്യാരക്ടർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അനൗൺസ്മെൻറ്റ് വീഡിയോ എടുത്ത രീതിയൊക്കെ പൊളിയായിട്ടുണ്ട്. ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് ഡിജോ ജോസിൻ്റെ ഐഡിയ അല്ല, ലിസ്റ്റിൻ്റെ ഐഡിയ തന്നെയാണ്. എന്തായാലും ഗംഭീരമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് അനശ്വർ വന്നപ്പോൾ എനിക്കൊരു ഈ കൊച്ചിനെയൊക്കെ ഈ സിനിമ നായികയായിട്ട്, പക്ഷെ ഇച്ചിരി പ്രായമുള്ള നിവിൻ പോളി കൊച്ചു ആ പെണ്ണിൻ്റെ പറയാൻ നടക്കുന്ന സീനൊക്കെ നല്ല നല്ല കൊള്ളാം. ആ ഒരു രീതി കൊള്ളാം. അല്ലാതെ നല്ല മെച്ചൂറുള്ള നായികയായിട്ടൊക്കെ, അതായത് ഇങ്ങനത്തെ ഒരു സിനിമയിൽ അനശ്വര ശരിയാവത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഈ ഒരു കൊച്ചു കുട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ആ നിവിൻ പോളിയുടെ ഇത്രയും പ്രായം വെച്ച് ഇങ്ങനെ ഇപ്പം നിവിൻ പോളി മുതുക്കനാണെന്ന് ചിന്തിക്കുന്ന അനശ്വര, അതൊക്കെ വെച്ച് ഓക്കെ. അല്ലാതെ മെയിൻ നിവിൻ പോളിയുടെ ഒരു നായികയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മെച്ചമുള്ള നായികയായിട്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇത് ഇച്ചിരി കോമിക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിവിൻ പോളിക്കും തോന്നുന്നു, അനശ്വരയ്ക്കും തോന്നുന്നു. എന്തായാലും നല്ലൊരു ഹിറ്റ് ആവട്ടെ. ഹിറ്റ് കിട്ടിയേ പറ്റൂ നിവിൻ പോളിക്ക്. പിന്നെ ഇതുപോലെ വണ്ണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇച്ചിരി അങ്ങനെ കുറഞ്ഞിട്ടില്ല. നമുക്ക് വണ്ണമല്ലല്ലോ, ഈ ബോഡിയുടെ ഒന്നുമല്ലോ. ആളെ നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് ഒരു 2-2.5 മണിക്കൂർ വന്നിരിക്കുമ്പം ബോറടിപ്പിക്കാതെ ഇപ്പം വണ്ണമെന്നോ സ്ലിമെന്നോ അല്ലെങ്കിൽ സിക്സ് പാക്ക് എന്നിട്ടും കാര്യമില്ല. നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. കാരണം ഇപ്പം ഈ സീൻ തന്നെ കണ്ടില്ലേ, കുറച്ച് ബോളിയുടെ ആ ഒരു മുഖത്തെ ഭാവവും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നല്ല കോമിക് നിറഞ്ഞ രസമായിട്ടുണ്ട്. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ ഗംഭീരമാട്ടെ. ഓക്കെ, ബൈ.